ഒരു ഇരുമ്പിൽ ചെയ്തിരിക്കുന്ന ഡോർ ഫ്രെയിം നമ്മളൊരു വുഡിൻ്റെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വുഡിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ഡോർ ഫ്രെയിമിൽ കൊടുക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മളിതാ ഒരു 2 ഇഞ്ച് ബ്രഷ് കൊണ്ട് ഈ ഒരു രീതിയിൽ ലൈൻസ് ഇട്ട് ഇങ്ങനെ ഒരു വട്ടത്തിലൊരു തിരിയും തിരിച്ചു വെച്ച് ഇപ്പോൾ ഒരു വുഡിൻ്റെ ഡിസൈനായി. നമുക്ക് വേണമെങ്കിൽ ആ ലൈൻസിൽ തന്നെ അവസാനിപ്പിക്കാം, അതല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വട്ടം തിരിപ്പിച്ച് വെച്ച് അവസാനിപ്പിക്കാം. കാരണം ഈ ഒരു ഡോർ ഫ്രെയിമിന് എങ്ങനെ വരയ്ക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും ഒരു പിടിയില്ല. കാരണം ഇത് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളതിന് സമയമുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളതിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് കുറച്ച് സമയം വേണം. അപ്പോൾ സമയമില്ലാത്ത സൈറ്റാണെങ്കിൽ നമുക്ക് ലൈൻസ് ഇട്ട് അതിനെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. ഇഷ്ടമുള്ള പോലെ എന്ന് പറയുമ്പോൾ വൃത്തികേടാക്കി വയ്ക്കാനായിട്ട് പറ്റുമോ? അത് പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയായിരിക്കും ഇത് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഡിസൈനായിരിക്കും ഇതിൽ വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലരും വുഡിൻ്റെ ഡിസൈൻ വരച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ വരയ്ക്കാൻ ആരും സമ്മതിക്കില്ല. കാരണം ഇത്രയും വൃത്തികെട്ട രീതിയിൽ വരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ആർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇങ്ങനെ വരയ്ക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിലില്ല. പക്ഷേ നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. അതായിരുന്നു ഇവിടെയുള്ള ആ ഒരു ചോയ്സ്. നമുക്ക് പറ്റില്ലെങ്കിൽ വെറുതെ ഇതിൽ ലൈൻസ് ഇട്ട് വിട്ടാലും ആരും ഒന്നും പറയില്ല. കാരണം എനിക്കതേ ചെയ്യാൻ പറ്റുള്ളൂ, അത്രേ അറിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾക്ക് എന്തായാലും സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോറിൻ്റെ പോലെ ഇതിനെ ചെയ്ത് നോക്കാനുള്ള അവസരവും അവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു കളറ് അടിച്ചിരിക്കുന്നത് നമ്മൾ തേക്കിൻ്റെ കളറാണ്. അതുകൊണ്ട് ഇതിനൊരു ചെറിയ യെല്ലോ കളറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഡോറിന് ഐവറി കളറായിരുന്നു. അപ്പോൾ ഈ ഒരു ഡോറിലുള്ള ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞതുപോലെയുള്ള ഡിസൈൻ അതാണ് നമ്മൾ ഈ ഒരു കട്ടിലയിൽ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ തേക്കിൻ്റെയോ അതല്ലെങ്കിൽ മറ്റുള്ള മരത്തിൻ്റെയോ